ഹലോ ഓൾ, വെൽക്കം ടു എയിം ഫോർ PSC യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് 2024 നടന്ന കാറ്റഗറി നമ്പർ 147/2024 കേരള ബാങ്ക് OA പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന LGS വേരിയസ് പരീക്ഷകൾക്കും 2024 ഡിസംബർ 28 ആരംഭിക്കാൻ പോകുന്ന 10th ലെവൽ പ്രിലിമിനറി പരീക്ഷകൾക്കും സഹായമാകും വിധം ഈ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഉൾപ്പെടുത്തിയ വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം. ഓപ്ഷൻ എ 1918, ഓപ്ഷൻ ബി 1930, ഓപ്ഷൻ സി 1919, ഓപ്ഷൻ ഡി 1917. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ഓപ്ഷൻ ഡി 1917 ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രാമീണ ചെണ്ടക്കാരൻ ആരുടെ ചിത്രമാണ്? ഓപ്ഷൻ എ രാജാ രവിവർമ്മ, ഓപ്ഷൻ ബി അബനീന്ദ്രനാഥ് ടാഗോർ, ഓപ്ഷൻ സി നന്ദലാൽ ബോസ്, ഓപ്ഷൻ ഡി അമൃത ഷർഗിൽ. ഗ്രാമീണ ചെണ്ടക്കാരൻ ആരുടെ ചിത്രമാണെന്നുള്ളതിൻ്റെ ആൻസർ ഓപ്ഷൻ സി നന്ദലാൽ ബോസ് ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത്? ഓപ്ഷൻ എ ദത്തവകാശ നിരോധന നിയമം, ഓപ്ഷൻ ബി പ്രാദേശിക ഭാഷാ പത്ര നിയമം, ഓപ്ഷൻ സി റൗലറ്റ് ആക്ട്, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം എന്ന് പറയുന്നത് റൗലറ്റ് ആക്ട് ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം ഏത്? ഓപ്ഷൻ എ മഹൽവാരിസ് വ്യവസ്ഥ, ഓപ്ഷൻ ബി ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, ഓപ്ഷൻ സി റൈറ്റ് വാരി വ്യവസ്ഥ, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. അതിലെ ഉത്തരം ഓപ്ഷൻ ബി ശാശ്വത ഭൂനികുതി വ്യവസ്ഥയാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? ഓപ്ഷൻ എ നിയമലംഘനം, ഓപ്ഷൻ ബി ക്വിറ്റ് ഇന്ത്യ, ഓപ്ഷൻ സി നിസ്സഹകരണ സമരം, ഓപ്ഷൻ ഡി നാവിക കലാപം. അതിലെ ഉത്തരം ഓപ്ഷൻ സി നിസ്സഹകരണ സമരമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം എന്ന് പറയുന്നത് നിസ്സഹകരണ സമരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ 6, ക്യാപ്റ്റൻ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടന. ഓപ്ഷൻ എ അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്, ഓപ്ഷൻ ബി അഖിലേന്ത്യാ കിസാൻ സഭ, ഓപ്ഷൻ സി ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, ഓപ്ഷൻ ഡി ഇന്ത്യൻ നാഷണൽ ആർമി. അതിലെ ഉത്തരം ഓപ്ഷൻ ഡി ഇന്ത്യൻ നാഷണൽ ആർമിയാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, കുളച്ചിൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആര്? ഓപ്ഷൻ എ കുഞ്ഞാലി മരക്കാർ, ബി പാലിയത്തച്ഛൻ, സി സാമൂതിരി, ഡി മാർത്താണ്ഡവർമ്മ. അതിലെ കുളച്ചിൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഡി ഓപ്ഷൻ മാർത്താണ്ഡവർമ്മയാണ്. 1741 കുളച്ചിൽ യുദ്ധം നടന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷുകാർക്കെതിരായ ചെറുത്തുനിൽപ്പിന് പഴശ്ശിരാജ നേതൃത്വം നൽകിയ സ്ഥലം. ഓപ്ഷൻ എ കൊച്ചി, ബി തിരുവിതാംകൂർ, സി മലബാർ, ഡി കൊല്ലം. അതിലെ ഉത്തരം മലബാർ ആണ്. ബ്രിട്ടീഷുകാർക്കെതിരെ ചെറുത്തുനിൽപ്പിന് പഴശ്ശിരാജ നേതൃത്വം നൽകിയ സ്ഥലം എന്ന് പറയുന്നത് മലബാർ ആണ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, വൈകുണ്ഠസ്വാമികൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ സാധുജന പരിപാലന യോഗം, ഓപ്ഷൻ ബി ആര്യ സമാജം, ഓപ്ഷൻ സി സഹോദര പ്രസ്ഥാനം, ഓപ്ഷൻ ഡി സമത്വ സമാജം. അതിലെ ഉത്തരം എന്ന് പറയുന്നത് സമത്വ സമാജമാണ്. വൈകുണ്ഠസ്വാമികൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം സമത്വ സമാജം. പത്താമത്തെ ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച സവർണജാഥ സംഘടിപ്പിച്ച നേതാവ് ആര്? ഓപ്ഷൻ എ ടി കെ മാധവൻ, ബി മന്നത്ത് പത്മനാഭൻ, സി കെ കേളപ്പൻ, ഡി എ കെ ഗോപാലൻ. അതിലെ ഉത്തരം ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭനാണ്. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച സവർണജാഥ സംഘടിപ്പിച്ച നേതാവ് മന്നത്ത് പത്മനാഭനാണ്. 11, ഏത് സന്ധി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്? ഓപ്ഷൻ എ ശ്രീരംഗപട്ടണം സന്ധി, ബി മലബാർ സന്ധി, സി പണ്ടാരപ്പട്ട വിളംബരം, ഡി ഇതൊന്നുമല്ല. അതിലെ ഉത്തരം ഓപ്ഷൻ എ ശ്രീരംഗപട്ടണ സന്ധിയാണ്. 1792 12, രാജ്യസഭയുടെ അധ്യക്ഷൻ ആര്? ഓപ്ഷൻ എ രാഷ്ട്രപതി, ബി ഉപരാഷ്ട്രപതി, സി ലോക്സഭ സ്പീക്കർ, ഡി പ്രധാനമന്ത്രി. അതിലെ ഉത്തരം ഓപ്ഷൻ ബി ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഉപരാഷ്ട്രപതിയാണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേരെന്ത്? ഓപ്ഷൻ എ ലോക്സഭ, ബി പാർലമെന്റ്, സി രാജ്യസഭ, ഡി ക്യാബിനറ്റ്. അതിലെ ഉത്തരം പാർലമെന്റ് ആണ്. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേര് പാർലമെന്റ് ആണ്. 14, രാജ്യസഭാംഗങ്ങളുടെ കാലാവധി എത്ര? ഓപ്ഷൻ എ 5 വർഷം, ബി 1 വർഷം, സി 6 വർഷം, ഡി ഇതൊന്നുമല്ല. രാജ്യസഭാംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷമാണ്. 15ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ ഡോക്ടർ ബി ആർ അംബേദ്കർ, ബി വല്ലഭായ് പട്ടേൽ, ഓപ്ഷൻ സി രവീന്ദ്രനാഥ് ടാഗോർ, ഡി ബാലഗംഗാധർ തിലക്. അതിലെ ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് പറയുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ. 16ാമത്തെ ചോദ്യം, 2024 ഒളിമ്പിക്സ് നടന്ന സ്ഥലം. ഓപ്ഷൻ എ പാരീസ്, ബി ടോക്കിയോ, സി കാലിഫോർണിയ, ഡി ബെയ്ജിംഗ്.
ഓപ്ഷൻ എ പാരീസ് ആണ് 2024 ഒളിമ്പിക്സ് നടന്ന സ്ഥലം. 17ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി ആര്? ഓപ്ഷൻ എ ഋഷി സുനക്, ബി സോജൻ ജോസഫ്, സി സുനിത വില്യംസ്, ഡി ഇവരാരുമല്ല. ഓപ്ഷൻ ബി സോജൻ ജോസഫ് ആണ് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി. 18ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നിർമ്മിച്ച വിവിധ ഇരുമ്പുരക്കിശാലകൾ, സഹായം നൽകിയ രാജ്യങ്ങൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു. ശരിയായ ജോഡികൾ ഏവ? 1 ദുർഗാപൂർ ബ്രിട്ടൻ, 2 ബൊക്കാറോ അമേരിക്ക, 3 റൂർക്കേല ജപ്പാൻ, 4 ഭിലായ് സോവിയറ്റ് യൂണിയൻ. ഓപ്ഷൻ എ 1ഉം 2ഉം ശരി, ബി 3ഉം 4ഉം ശരി, സി 1ഉം 4ഉം ശരി, ഡി 2ഉം 3ഉം ശരി. ഇതിൽ ഓപ്ഷൻ സി 1ഉം 4ഉം ആണ് ശരി. അതായത് ദുർഗാപൂർ ബ്രിട്ടനും ഭിലായ് സോവിയറ്റ് യൂണിയനും. ബാക്കിയുള്ളതും കൂടെ നോക്കാം. ബൊക്കാറോ റഷ്യ, റൂർക്കേല ജർമ്മനി. 19ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന് വഴിയൊരുക്കിയ ഘടകങ്ങളേവ? 1 അത്യുത്പാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, 2 മെച്ചപ്പെട്ട ജലസേചന സൗകര്യം, 3 കുറഞ്ഞ പലിശയിലുള്ള സാമ്പത്തിക സഹായം. ഇതിൽ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1ഉം 3ഉം ശരി, ബി 3ഉം 2ഉം ശരി, സി 1ഉം 3ഉം ശരി, ഡി എല്ലാം ശരിയാണ്. ഇതിലെ ഉത്തരം എന്ന് പറയുന്നത് എല്ലാം ശരിയാണ്. അതായത് ഒന്നാമത്തെ അത്യുത്പാദന ശേഷിയുള്ള വിത്തിനങ്ങളും അതുപോലെ മെച്ചപ്പെട്ട ജലസേചന സൗകര്യവും കുറഞ്ഞ പലിശയിലുള്ള സാമ്പത്തിക സഹായവുമാണ് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന് വഴിയൊരുക്കിയ ഘടകങ്ങളെന്ന് പറയുന്നത്. 20ാമത്തെ ക്വസ്റ്റ്യൻ, ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നിവ പ്രധാന ലക്ഷ്യങ്ങളായിരുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? ഓപ്ഷൻ എ 1ാം പഞ്ചവത്സര പദ്ധതി, ഓപ്ഷൻ ബി 3ാം പഞ്ചവത്സര പദ്ധതി, ഓപ്ഷൻ സി 6ാം പഞ്ചവത്സര പദ്ധതി, ഓപ്ഷൻ ഡി 8ാം പഞ്ചവത്സര പദ്ധതി. അതിലെ ഉത്തരം 3ാം പഞ്ചവത്സര പദ്ധതി ആണ്. ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നിവ പ്രധാന ലക്ഷ്യങ്ങളായിരുന്ന പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് 3ാം പഞ്ചവത്സര പദ്ധതിയാണ്. 21ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യാനന്തര ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിന് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗമായിരുന്ന വ്യക്തി? ഓപ്ഷൻ എ വി പി മേനോൻ, ബി ജോൺ മത്തായി, സി വി കെ കൃഷ്ണമേനോൻ, ഡി കെ എം പണിക്കർ. അതിലെ ഉത്തരം ഓപ്ഷൻ ഡി കെ എം പണിക്കറാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗമായിരുന്ന വ്യക്തി എന്ന് പറയുന്നത് കെ എം പണിക്കറാണ്. 22ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് എവിടെ? ഓപ്ഷൻ എ ശ്രീഹരിക്കോട്ട, ബി അഹമ്മദാബാദ്, സി തുമ്പ, ഡി മംഗലാപുരം. ഇന്ത്യയിൽ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് ഓപ്ഷൻ സി തുമ്പയിലാണ്. 23ാമത്തത്, 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം? ഓപ്ഷൻ എ ഇന്ത്യ, ബി ബ്രസീൽ, സി കാനഡ, ഡി അമേരിക്ക. അതിലെ ഉത്തരം ഓപ്ഷൻ ബി ബ്രസീലാണ്. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ബി ബ്രസീൽ. 24ാമത്തെ ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ എത്ര? ഓപ്ഷൻ എ 9, ഓപ്ഷൻ ബി 8, ഓപ്ഷൻ സി 7, ഓപ്ഷൻ ഡി 6. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ എന്ന് പറയുന്നത് 6ആണ്. 25ാമത്തെ ചോദ്യം, ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും താഴെ തന്നിരിക്കുന്നു. അതിൽ ചേരാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ എ സിന്ധു ചിനാബ്, ഓപ്ഷൻ ബി ഗംഗ കോസി, ഓപ്ഷൻ സി ബ്രഹ്മപുത്ര കാകര, ഓപ്ഷൻ ഡി യമുന ടോൺസ്. അതിലെ ഓപ്ഷൻ സി ബ്രഹ്മപുത്ര കാകരയാണ്. കാകരയുടെ ഇത് പറയുന്നത് ഗംഗയുടെ പോഷക നദിയാണ് കാകര എന്ന് പറയുന്നത്. 26ാമത്തത്, ഉത്തര മഹാസമതലത്തിന്റെ പ്രാദേശിക വിഭാഗങ്ങളിൽ ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ് മരുസ്ഥലി ഭാഗർ മേഖലകൾ? ഉത്തര മഹാസമതലത്തിന്റെ പ്രാദേശിക വിഭാഗങ്ങളിൽ ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ് മരുസ്ഥലി ഭാഗർ മേഖലകൾ? എ രാജസ്ഥാൻ സമതലം, ബി പഞ്ചാബ് ഹരിയാന സമതലം, സി ഗംഗ സമതലം, ഡി ബ്രഹ്മപുത്ര സമതലം. അതിലെ ഉത്തരം എ രാജസ്ഥാൻ സമതലമാണ്. 27, ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്തുള്ള തുറമുഖങ്ങളെ മുകളിൽ നിന്ന് താഴേക്ക്, അതായത് വടക്ക് തെക്ക് ശരിയായി ക്രമീകരിക്കുക. ഓപ്ഷൻ എ കാണ്ട്ല, മംഗലാപുരം, മർമഗോവ, മുംബൈ, ബി മുംബൈ, മംഗലാപുരം, കാണ്ട്ല, മർമഗോവ, സി മംഗലാപുരം, കാണ്ട്ല, മുംബൈ, മർമഗോവ, ഡി കാണ്ട്ല, മുംബൈ, മർമഗോവ, മംഗലാപുരം. അതിൽ ഓപ്ഷൻ ഡി കാണ്ട്ല, മുംബൈ, മർമഗോവ, മംഗലാപുരം ആണ്. 28ാമത്തത്, ഒരു ഉപദ്വീപീയ നദിയുടെ സവിശേഷതകൾ താഴെ പറയുന്നു. നദി ഏതെന്ന് തിരിച്ചറിയുക. ഞാൻ റായ്പൂരിലെ സിഹാവയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. എൻ്റെ കുറുകെയാണ് ഹിരാക്കൂഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ കിഴക്കോട്ട് ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ്. എൻ്റെ പോഷക നദികളാണ് ഇബും ടെല്ലും. ഓപ്ഷൻ എ മഹാനദി, ബി ഗോദാവരി, സി കൃഷ്ണ, ഡി കാവേരി. ഉത്തരം മഹാനദിയാണ്. റായ്പൂരിലെ സിഹായിൽ നിന്ന് ഉദ്ഭവിക്കുന്നു. അതേപോലെ ഹിരാക്കൂഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് മഹാനദിക്കൊഴുകെയാണ്. കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. പിന്നെ പോഷക നദികളാണ് ഇബും ടെല്ലും.
29. തന്നിരിക്കുന്ന ഇന്ത്യയുടെ തീരസമതലങ്ങളിൽ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ കൊങ്കൺ തീരസമതലം, ബി കോറമണ്ഡല തീരസമതലം, സി ഗുജറാത്ത് തീരസമതലം, ഡി മലബാർ തീരസമതലം. ഇതിലെ കോറമണ്ഡല തീരസമതലമാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. 30. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തിൽ തെറ്റായത് കണ്ടെത്തുക. ഓപ്ഷൻ എ നീരജ് ചോപ്ര വെങ്കല മെഡൽ ജാവലിൻ ത്രോ, ബി മനു ഭാക്കർ വെങ്കല മെഡൽ 10 മീറ്റർ എയർ പിസ്റ്റൽ, 3 സി സ്വപ്നിൽ കുശാലെ വെങ്കല മെഡൽ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻസ്, ഓപ്ഷൻ ഡി ഇന്ത്യൻ മെൻസ് ഹോക്കി ടീം വെങ്കല മെഡൽ. അതിലെ തെറ്റായത് എന്ന് പറയുന്നത് ഓപ്ഷൻ എ നീരജ് ചോപ്രയാണ്. നീരജ് ചോപ്രയ്ക്ക് കിട്ടിയത് വെള്ളി മെഡലാണ്. 31. ഈ സമീപകാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ ദ്വിരാഷ്ട്ര സന്ദർശനത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏവ? ഓപ്ഷൻ എ റഷ്യ ഉക്രൈൻ, ബി പോളണ്ട് ഉക്രൈൻ, സി ഉക്രൈൻ ജർമ്മനി, ഡി റഷ്യൻ പോളണ്ട്. അതിലെ ഉത്തരം ബി പോളണ്ട് ഉക്രൈൻ ആണ്. 32. ഈ അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയ ഒരു പദ്ധതിയാണ് UPS. ഇതേതാണ്? അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയ പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ ഒരു ഇൻഷുറൻസ് പദ്ധതി, ബി ഭവന നിർമ്മാണ പദ്ധതി, സി വിദ്യാഭ്യാസ പദ്ധതി, ഡി പുതിയ പെൻഷൻ പദ്ധതി. അതിലെ ഡി പുതിയ പെൻഷൻ പദ്ധതിയാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. 33. ആനന്ദ് ഏകർഷി ഈ സമീപകാലത്ത് വാർത്തയിൽ ഇടം നേടിയ വ്യക്തിയാണ്. എന്തുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ശ്രദ്ധേയനായത്? എ മികച്ച നോവലിസ്റ്റിനുള്ള സാഹിത്യ അക്കാദമി പുരസ്കാരം, ബി മികച്ച സംവിധായകനുള്ള സംസ്ഥാന പുരസ്കാരം, സി മികച്ച തിരക്കഥാകൃത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം, ഡി മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന പുരസ്കാരം. അതിലെ ഓപ്ഷൻ സി മികച്ച തിരക്കഥാകൃത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് നേടിയിരിക്കുന്നത്. അടുത്ത 34ാമത്തെ ക്വസ്റ്റ്യൻ. 2011 ജനസംഖ്യാ കണക്കെടുപ്പ് അനുസരിച്ച് കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം എ 910, ബി 1084, സി 1053, ഡി 1033. ഇതിലെ ഓപ്ഷൻ ബി 1084 ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. 35ാമത്തെ ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന വനപ്രദേശങ്ങളിൽ അഗസ്ത്യമല ജൈവമണ്ഡല മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ മണ്ണാർക്കാട്, ഓപ്ഷൻ ബി കോന്നി, സി തെന്മല, ഡി അച്ചൻകോവിൽ. അതിലെ ഉത്തരം ഓപ്ഷൻ എ മണ്ണാർക്കാടാണ്. അടുത്ത 36ാമത്തെ ചോദ്യം. ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻ എ പാലക്കാട്, ബി പത്തനംതിട്ട, സി ഇടുക്കി, ഡി കണ്ണൂർ. ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേരളത്തിലെ ജില്ല എന്ന് പറയുന്നത് ഇടുക്കിയാണ്. കുറവ് ആലപ്പുഴ. 37ാമത്തെ. താഴെ പറയുന്ന ജില്ലകളുടെ പൊതുവായ ഒരു സവിശേഷത ഏതാണ്? വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ഈ ജില്ലകളുടെ പൊതുവായ ഒരു സവിശേഷത ഏതാണ്? ഓപ്ഷൻ എ റെയിൽവേ സ്റ്റേഷൻ ഇല്ലാത്ത ജില്ലകൾ, ബി കടൽത്തീരം ഇല്ലാത്ത ജില്ലകൾ, ഓപ്ഷൻ സി നാഷണൽ ഹൈവേ ഇല്ലാത്ത ജില്ലകൾ, ഡി മെഡിക്കൽ കോളേജ് ഇല്ലാത്ത ജില്ലകൾ. ഇതിലെ ഓപ്ഷൻ ബി കടൽത്തീരം ഇല്ലാത്ത ജില്ലയാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. 38. എന്താണ് ചന്ദ്രഗിരി പുഴയുടെ സവിശേഷത? ഓപ്ഷൻ എ കേരളത്തിലെ ഏറ്റവും ചെറിയ പുഴ, ബി കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന ഒരു നദി, സി വേമ്പനാട്ട് കായലിലേക്ക് ഒഴുകുന്ന ഒരു നദി, ഡി കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി. ഈ ചോദ്യം ഡിലീറ്റഡ് ആണ്. 39ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ കായലുകളും ബന്ധപ്പെട്ട ജില്ലകളും തന്നിരിക്കുന്നു. ഇതിൽ ശരിയായത് കണ്ടെത്തി എഴുതുക. ഓപ്ഷൻ എ പൂക്കോട് തടാകം കണ്ണൂര്, ബി വെള്ളായണി തടാകം തിരുവനന്തപുരം, സി അഷ്ടമുടിക്കായൽ എറണാകുളം, ഡി തിരുവല്ലംകായൽ ആലപ്പുഴ. ഇതിലെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി വെള്ളായണി തടാകം തിരുവനന്തപുരമാണ്. പൂക്കോട് തടാകം വരുന്നത് വയനാടാണ്. അഷ്ടമുടിക്കായൽ വരുന്നത് കൊല്ലവും, തിരുവല്ലംകായൽ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുമാണ് വരുന്നത്. 40ാമത്തെ ക്വസ്റ്റ്യൻ. ഇടുക്കി ജലവൈദ്യുതി പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1. ഇത് കാനഡ സർക്കാരിന്റെ സഹായത്താൽ നിർമ്മിച്ചതാണ്. 2. കുളമാവ് അണക്കെട്ട്, ചെറുതോണി അണക്കെട്ട്, ഇടുക്കി ആർച്ച് ഡാം എന്നിവ ഇതിന്റെ ഭാഗമാണ്. 3. ഇത് രാജ്യത്തിന് സമർപ്പിച്ചത് 1975-ലാണ്. 4. വൈദ്യുതി ഉണ്ടാക്കിയതിനു ശേഷം പവർ സ്റ്റേഷനിൽ നിന്ന് ജലം തൊടുപുഴ ആറിൽ എത്തിച്ചേരുന്നു. ഇതിലെ ഓപ്ഷൻ ഡി 1ഉം 2ഉം 4ഉമാണ് ശരി. ഇത് കാനഡ സർക്കാരിന്റെ സഹായത്താൽ നിർമ്മിച്ചതാണ്. പിന്നെ കുളമാവ് അണക്കെട്ട്, ചെറുതോണി അണക്കെട്ട്, ഇടുക്കി ആർച്ച് ഡാം എന്നിവ ഇതിന്റെ ഭാഗമാണ്. 4. വൈദ്യുതി ഉണ്ടാക്കിയ ശേഷം പവർ സ്റ്റേഷനിൽ നിന്ന് ജലം തൊടുപുഴ ആറിൽ എത്തിച്ചേരുന്നു. ഇതിലെ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ഇത് രാജ്യത്തിന് സമർപ്പിച്ചത് 1975-ലാണ് എന്നുള്ളതാണ്. 1976-ൽ ഇന്ദിരാഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഇത് 750 മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ളതാണ്. അടുത്ത 41ാമത്തെ ചോദ്യം. സൂചനകളുടെ അടിസ്ഥാനത്തിൽ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം തിരിച്ചറിയുക. 1. പശ്ചിമഘട്ടത്തിന്റെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. 2. വംശനാശ ഭീഷണി നേരിടുന്ന ഭീമൻ അണ്ണാനുകൾക്ക് ഇവിടം പ്രശസ്തമാണ്. 3. 1984 ഇത് ആരംഭിച്ചു.
4 പ്രദേശത്തിന്റെ ഭൂരിഭാഗവും പുൽമേടുകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. അതിലെ ഓപ്ഷൻ എ ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം, ബി പീച്ചി വന്യമൃഗ സംരക്ഷണ കേന്ദ്രം, സി നെയ്യാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം, ഡി ആറളം വന്യമൃഗ സംരക്ഷണ കേന്ദ്രം. അതിൽ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രമാണ്. 42 കേരളത്തിൽ ഏറ്റവും കൂടുതലും കുറവും മുനിസിപ്പാലിറ്റികളുള്ള ജില്ലകളിൽ ജോഡിയായി കണ്ടെത്തുക. ഓപ്ഷൻ എ തിരുവനന്തപുരം, ഇടുക്കി, ബി എറണാകുളം, വയനാട്, സി കോഴിക്കോട്, ഇടുക്കി, ഡി എറണാകുളം, ഇടുക്കി. അതിൽ ഓപ്ഷൻ ഡി എറണാകുളം, ഇടുക്കിയാണ് കറക്റ്റ് ആയിട്ട് വരുന്ന ജോഡി. 43 കേരളത്തിൽ നിന്നും എത്ര കായിക താരങ്ങളാണ് ഈ തവണത്തെ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത്? കേരളത്തിൽ നിന്ന് എത്ര കായിക താരങ്ങളാണ് ഈ തവണ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത്? ഓപ്ഷൻ എ 9, ബി 7, സി 1, ഡി 10. അതിൽ ഓപ്ഷൻ ബി 7 ആണ്. അടുത്തത് 44ാമത്തെ ചോദ്യം. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ പദ്ധതിയെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1 ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയാണ് ഗഗൻയാൻ. 2 മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പദ്ധതിയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റനാണ്. 3 2018 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. 4 ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കദ് പ്രതാപ്, വിംഗ് കമാൻഡർ സുഭാഷ് ശുക്ല എന്നിവരാണ് മറ്റു സഞ്ചാരികൾ. ഓപ്ഷൻ സി ഓൾ ദ എബവ്, അതായത് 1, 2, 3, 4 ശരിയാണ്. അടുത്ത 45 കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം ആര്? ഓപ്ഷൻ എ സഞ്ജന സജീവൻ, ബി രേഖ ശർമ്മ, സി ആശ ശോഭന, ഡി മിന്നുമണി. അതിൽ ഉത്തരം ഓപ്ഷൻ ഡി മിന്നുമണിയാണ് കേരളത്തിൽ നിന്നുള്ള ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം. 46 കേരളത്തിൽ ആദ്യമായി ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രോസസ്സർ ഏത് പേരിൽ അറിയപ്പെടുന്നു? കേരളത്തിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രോസസ്സർ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ കോർ, ബി കൈരളി, സി ഫോർച്യൂൺ, ഡി ഡിജി. അതിൽ ബി കൈരളി എന്ന പേരിലാണ് AI പ്രോസസ്സർ അറിയപ്പെടുന്നത്. 47 യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം? ഓപ്ഷൻ എ തൃശൂർ, ബി കൊച്ചി, സി തിരുവനന്തപുരം, ഡി കോഴിക്കോട്. യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം എന്ന് പറയുന്നത് കോഴിക്കോടാണ്. 48 ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട നിയമമാണ് ഡെക്വർത്ത് ലൂയിസ് മഴ നിയമം? ഓപ്ഷൻ എ ക്രിക്കറ്റ്, ബി ഫുട്ബോൾ, സി ഹോക്കി, ഡി ടെന്നീസ്. അതിലെ ഉത്തരം ഓപ്ഷൻ എ ക്രിക്കറ്റ്. 49 വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കൽ സ്കൂൾ ബസ്സുകളിലേക്ക് GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ ഏത്? ഓപ്ഷൻ എ വിദ്യാകിരണം ആപ്പ്, ഓപ്ഷൻ ബി വിദ്യാ വിനോദിനി ആപ്പ്, സി വിദ്യാവാഹിനി ആപ്പ്, ഡി വിദ്യാലയം ആപ്പ്. അതിലെ ഓപ്ഷൻ സി വിദ്യാവാഹിനി ആപ്പാണ്. 50ാമത്തെ ചോദ്യം. തിരുവനന്തപുരം ജില്ലയിലെ പാറാട്ടുകോണം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മണ്ണ് മ്യൂസിയത്തെ സംബന്ധിച്ച് താഴെ തന്നിട്ടുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1 ലോകത്തിലെ ഏറ്റവും വലിയ മണ്ണ് മ്യൂസിയമാണിത്. 2 അന്താരാഷ്ട്ര നിലവാരത്തിൽ സ്ഥാപിതമായ ഇന്ത്യയിലെ രണ്ടാമത്തെ മണ്ണ് മ്യൂസിയം. 3 കേരള ഗവൺമെന്റിന്റെ സോയിൽ സർവേ ആൻഡ് കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ മ്യൂസിയം സ്ഥാപിച്ചത്. 4 2014 ജനുവരി 1 ഉദ്ഘാടനം ചെയ്തു. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 1, 2, 3 ശരി, ബി 1, 3, 4 ശരി, സി എന്ന് പറയുന്നത് 2, 3, 4 ശരി, ഡി എന്ന് പറയുന്നത് എല്ലാം ശരിയാണ്. അതിൽ ഓപ്ഷൻ ബി 1, 3, 4 ശരി. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ മണ്ണ് മ്യൂസിയമാണിത്. അതേപോലെ 3ാമത്തെ കേരള ഗവൺമെന്റ് സോയിൽ സർവേ ആൻഡ് കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ മ്യൂസിയം സ്ഥാപിച്ചത്. 4ാമത്തെ 2014 ജനുവരി 1 ഉദ്ഘാടനം ചെയ്തു. ഇനി 51ാമത്തെ ചോദ്യം. കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് ഏകീകൃതമായ തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന പ്രചാരണ പരിപാടി ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ തന്മുദ്ര, ബി തനിമ, സി വിനിമയ, ഡി വിഭിന്ന. അതിൽ എ തന്മുദ്ര എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്ത 52ാമത്തെ ചോദ്യം. സത്യം ശിവം സുന്ദരം എന്നത് ഏത് സ്ഥാപനത്തിന്റെ ആപ്തവാക്യമാണ്? സത്യം ശിവം സുന്ദരം എന്ന ഏത് സ്ഥാപനത്തിന്റെ ആപ്തവാക്യമാണ്? എ ആകാശവാണി, ബി തപാൽ വകുപ്പ്, സി റെയിൽവേ, ഡി ദൂരദർശൻ. അതിലെ ദൂരദർശന്റെ ആപ്തവാക്യമാണ് സത്യം ശിവം സുന്ദരം. 53 ജനന സമയത്ത് മനുഷ്യ ശരീരത്തിൽ 300 എല്ലുകൾ ഉണ്ടെങ്കിലും ഇവ പലതും തമ്മിൽ യോജിച്ച് പ്രായപൂർത്തിയാകുമ്പോൾ ആകെ എല്ലുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകും. ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ എ 300, 216, ഓപ്ഷൻ ബി 300, 206, ഓപ്ഷൻ സി 300, 260, ഓപ്ഷൻ ഡി 300, 204. അതിലെ ഓപ്ഷൻ ബി 300, 206 ആയിട്ടാണ് കുറയുന്നത്. 54 മോണയ്ക്ക് ആരോഗ്യക്കുറവുള്ള ഒരാൾ ചുവടെ നൽകിയിരിക്കുന്ന ഭക്ഷണ ഇനങ്ങളിൽ ഏതെല്ലാമാണ് ഉപയോഗിക്കേണ്ടത്?
1 നെല്ലിക്ക, 2 ചീര, 3 മുരിങ്ങയില, 4 മുട്ട. അതിൽ എ എന്ന് പറയുന്നത് 1, 3 ഇനങ്ങൾ, ബി എന്ന് പറയുന്നത് 2 മാത്രം മതിയാവും, സി 4 മാത്രം മതിയാവും, ഡി 2, 4 ഇനങ്ങൾ. അതിൽ എ ആണ് നെല്ലിക്കയും മുരിങ്ങയിലയും ആണ് വേണ്ടത്. അതിൽ വിറ്റാമിൻ സി ആണ് നമുക്ക് ആവശ്യം. ത്വക്ക്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായി വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി. അടുത്ത 55, വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ഇനം കാർഷികവിള. അതിൽ ഒന്നാമത്തെ ലോല, പയർ, ഹ്രസ്വ എന്ന് പറയുന്നത് നെല്ല്, 3 സൽകീർത്തി എന്ന് പറയുന്നത് വെണ്ട, 4 ചന്ദ്രശേഖര എന്ന് പറയുന്നത് എന്താണ് കാർഷികവിള എന്ന് കണ്ടുപിടിക്കണം. അതിൽ ഓപ്ഷൻ എ മാവ്, ബി പച്ചമുളക്, സി തെങ്ങ്, ഡി വഴുതന. അതിൽ ഓപ്ഷൻ സി തെങ്ങ്. ചന്ദ്രശേഖര എന്ന് പറയുന്നത് തെങ്ങിന്റെ ഇനത്തിൽ പെടുന്നതാണ്. 56, ചിത്രത്തിൽ നിന്നും കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്ന ഏതെന്ന് കണ്ടെത്തുക. ഇതിപ്പോൾ പുതിയ പാറ്റേൺ ലെവലുള്ള ചോദ്യങ്ങളാണ്. ഓപ്ഷൻ 1 എന്ന് പറയുന്നത് പവിഴപ്പുറ്റുകൾ, 2 കണ്ടൽ വനങ്ങൾ, 3 സസ്യപ്ലാവങ്ങൾ. ഓപ്ഷൻ എ 1ഉം 2ഉം ശരി, ബി 2 മാത്രം, സി 1ഉം 3ഉം, ഡി 1 മാത്രം. അതിലെ പവിഴപ്പുറ്റുകളാണ് ശരിയായിട്ടുള്ള കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത്. 57, വംശനാശന ഭീഷണി നേരിടുന്ന അങ്ങാടിക്കുരുവികൾക്കായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത്? ഓപ്ഷൻ എ കുരുവിക്കൊരു കൂട്, ബി നാട്ടുമാവും തണലും, സി എൻ്റെ മരം, ഡി എൻ്റെ അങ്ങാടിക്കുരുവിക്ക്. അതിൽ ഓപ്ഷൻ എ കുരുവിക്കൊരു കൂട് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. അടുത്ത 58, കേരള സർവകലാശാല ഈ അടുത്ത കാലത്ത് വികസിപ്പിച്ചെടുത്ത അത്യുത്പാദന ശേഷിയുള്ള പാവൽ ഇനം ഏത്? ഓപ്ഷൻ എ പവിത്ര, ബി പ്രിയങ്ക, സി നീലിമ, ഡി മുക്തി. അതിൽ ഉത്തരം ഓപ്ഷൻ ബി പ്രിയങ്കയാണ് പുതിയ തരത്തിലുള്ള അത്യുത്പാദന ശേഷിയുള്ള പാവലിനം. 59, ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്ന് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ എ ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ പ്രശസ്ത ബഹിരാകാശ ശാസ്ത്രജ്ഞനാണ്, ബി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് മികച്ച സംഭാവന നൽകിയ വ്യക്തിയാണ്. ഓപ്ഷൻ സി ഡോക്ടർ സലീം അലി പ്രശസ്ത പക്ഷി നിരീക്ഷകനാണ്. ഓപ്ഷൻ ഡി ഡോക്ടർ എ.പി.ജെ. അബ്ദുൽ കലാം ഇന്ത്യയുടെ ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്തിയ കൃഷി ശാസ്ത്രജ്ഞനാണ്. ഇതിൽ ഓപ്ഷൻ സി ഡോക്ടർ സലീം അലി പ്രശസ്ത പക്ഷി നിരീക്ഷകനാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. അടുത്ത ചോദ്യം 60, തന്നിരിക്കുന്ന മൂലകങ്ങളിൽ ഒന്നിന്റെ നാമകരണം നിറത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഏതാണ് ആ മൂലകം? ഓപ്ഷൻ എ പ്ലൂട്ടോണിയം, ബി പൊളോണിയം, സി നെപ്റ്റ്യൂണിയം, ഡി ക്രോമിയം. അതിൽ ഉത്തരം ക്രോമിയം ആണ്. അടുത്ത 61, സിങ്കിന്റെ അയിരേത്? ഓപ്ഷൻ എ ഹെമറ്റൈറ്റ്, ബി ബോക്സൈറ്റ്, സി കെലാമിൻ, ഡി മാഗ്നറ്റൈറ്റ്. അതിൽ ഓപ്ഷൻ സി കെലാമിൻ ആണ് ശരിയായിട്ടുള്ള സിങ്കിന്റെ അയിരെന്ന് പറയുന്നത്. 62, മാർബിളിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. ഓപ്ഷൻ എ മഗ്നീഷ്യം, ബി കാൽസ്യം, സി സോഡിയം, ഡി അയൺ. അതിലെ മാർബിളിൽ അടങ്ങിയിരിക്കുന്ന ലോഹം എന്ന് പറയുന്നത് കാൽസ്യം ആണ്. 63, ചില ശുദ്ധ പദാർത്ഥങ്ങൾ ചൂട് നൽകിയിരിക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, ജലം, പഞ്ചസാര. ഇതിൽ കൂടുതൽ പെടാത്തത് ഏത്? എ കാർബൺ ഡൈ ഓക്സൈഡ്, ബി നൈട്രജൻ, സി ജലം, ഡി പഞ്ചസാര. ഇതിൽ നൈട്രജൻ മാത്രമാണ് മൂലകമായിട്ടുള്ളത്, ബാക്കിയെല്ലാം സംയുക്തങ്ങളാണ്. 64, ജലം നിറച്ച ഒരു ബീക്കറിലേക്ക് ഒരു പെൻസിൽ ചരിച്ച് ഇറക്കി വെച്ച് നിരീക്ഷിച്ചപ്പോൾ അത് വളഞ്ഞിരിക്കുന്നതായി തോന്നുന്നു. കാരണം എന്ത്? അപവർത്തനമാണ്. ഓപ്ഷൻ എ. ബി എന്ന് പറയുന്ന പ്രകീർണനം, സി വിസരണം, ഡി ഇവയൊന്നുമല്ല. ഓപ്ഷൻ എ അപവർത്തനമാണ് അതിൻ്റെ ഉത്തരം. 65, ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിന്റെ തലവനായ നോബൽ സമ്മാന ജേതാവ്. ഓപ്ഷൻ എ ആരിഫ് മുഹമ്മദ് ഖാൻ, ബി നവാസ് ഷെരീഫ്, സി ഇമ്രാൻ ഖാൻ, ഡി മുഹമ്മദ് യൂനസ്. ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിന്റെ തലവനായ നോബൽ സമ്മാന നേതാവ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി മുഹമ്മദ് യൂനസ് ആണ്. 66, ഖാദർ കമ്മിറ്റി എന്തിനെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചത്? ഓപ്ഷൻ എ മെഡിക്കൽ വിദ്യാഭ്യാസം, ബി സ്കൂൾ വിദ്യാഭ്യാസം, സി വിദൂര വിദ്യാഭ്യാസം, ഡി സാങ്കേതിക വിദ്യാഭ്യാസം. അതിലെ സ്കൂൾ വിദ്യാഭ്യാസമാണ് ഖാദർ കമ്മിറ്റി. 67, മലമ്പനി പകർത്തുന്ന വാഹകജീവി ഏത്? ഓപ്ഷൻ എ അനോഫിലിസ് കൊതുക്, ബി ക്യൂലെക്സ് കൊതുക്, സി ഈഡിസ് കൊതുക്, ഡി മാൻസോണിയ കൊതുക്. അതിൽ എ അനോഫിലിസ് കൊതുകാണ് ശരിയായിട്ടുള്ളത്. മലമ്പനി പകർത്തുന്ന വാഹകജീവി എന്ന് പറയുന്നത് അനോഫിലിസ് കൊതുകുകളാണ്. 68, താഴെ തന്നിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏത്? ഹെപ്പറ്റൈറ്റിസ് ആണ് എ, ബി ഡിഫ്തീരിയ, സി പോളിയോ, ഡി ചിക്കൻ ഗുനിയ. അതിലെ ഡിഫ്തീരിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. വൈറസ് രോഗം അല്ലാത്തതെന്ന് പറഞ്ഞാൽ ഡിഫ്തീരിയ ആണ്, ബാക്കിയെല്ലാം വൈറസ് ആണ്. ഡിഫ്തീരിയ എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ ആയിട്ടുള്ള രോഗമാണ്. 69, എയ്ഡ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതും? 1, എയ്ഡ്സ് ബാധിതരിൽ ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാക്കുന്നു. 2, HIV ബാധിച്ച അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് രോഗം പകരുന്നു. 3, കൊതുക്, ഈച്ച തുടങ്ങിയ പ്രാണികളുടെ എയ്ഡ്സ് പകരുന്നു. ഓപ്ഷൻ എ 1ഉം 2ഉം ശരി, ബി 1ഉം 3ഉം ശരി, സി 2ഉം 3ഉം ശരി, ഡി എല്ലാം ശരി. ഇതിലെ ഓപ്ഷൻ എ 1ഉം 2ഉം ആണ് ശരി. അതായത് എയ്ഡ്സ് ബാധിതരിൽ ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാക്കുന്നു. HIV ബാധിച്ച അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് രോഗം പകരുന്നു.
70ാമത്തെ ചോദ്യം, ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായമായ പ്രധാന ആഹാര ഘടകം ഏത്? ഓപ്ഷൻ എ ജീവകങ്ങൾ, ഓപ്ഷൻ ബി ധാന്യം, ഓപ്ഷൻ സി കൊഴുപ്പ്, ഓപ്ഷൻ ഡി മാംസ്യം. ഇതിൽ ഉത്തരം ഓപ്ഷൻ ഡി മാംസ്യമാണ്. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായമായ പ്രധാന ആഹാര ഘടകം എന്ന് പറയുന്നത് മാംസ്യമാണ്. 71ാമത്തെ ചോദ്യം, ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും നൽകിയിരിക്കുന്നു. ഇവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ വിറ്റാമിൻ എ ബെറിബെറി, ബി ഓപ്ഷൻ വിറ്റാമിൻ ബി കണ, സി വിറ്റാമിൻ സി സ്കർവി, ഓപ്ഷൻ ഡി വിറ്റാമിൻ ഡി നിശാന്തത. ഇതിലെ ഓപ്ഷൻ സി വിറ്റാമിൻ സി സ്കർവിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. വിറ്റാമിൻ എ എന്ന് പറയുന്നത് നിശാന്തതയാണ്. വിറ്റാമിൻ B3 എന്ന് പറയുന്നത് പെല്ലഗ്രയാണ്. വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയുന്നു. 72ാമത്തെ ചോദ്യം, 2024 ലോകാരോഗ്യ ദിന പ്രമേയം എന്ത്? ഓപ്ഷൻ എ ഒരു നല്ല ലോകത്തിനായി ഒരുമിച്ച്, ഓപ്ഷൻ ബി എല്ലാവർക്കും ആരോഗ്യം, ഓപ്ഷൻ സി നമ്മുടെ ഗ്രഹം നമ്മുടെ ആരോഗ്യം, ഓപ്ഷൻ ഡി എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. അതിലെ ഉത്തരം ഓപ്ഷൻ ഡി എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശമാണ്. ലോകാരോഗ്യ ദിനം എന്ന് പറയുന്നത് ഏപ്രിൽ 7-നാണ്. അടുത്തത് 73ാമത്തെ ക്വസ്റ്റ്യൻ, മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന രോഗാവസ്ഥ ഏത്? ഓപ്ഷൻ എ അമിത രക്തസമ്മർദ്ദം, ഓപ്ഷൻ ബി പക്ഷാഘാതം, ഓപ്ഷൻ സി അതിറോസ്ക്ലിറോസിസ്, ഓപ്ഷൻ ഡി കൊറോണറി ത്രോംബോസിസ്. അതിലെ ഉത്തരം പക്ഷാഘാതമാണ്. 74 താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ അതായത് 1 വർദ്ധിച്ച വിശപ്പും ദാഹവും, 2 കൂടെയുള്ള മൂത്രമൊഴിക്കൽ, 3 ക്ഷീണം, 4 മങ്ങിയ കാഴ്ച. അതിലെ ഓപ്ഷൻ എ എന്ന് പറയുന്നത് 1, 2, 3 ശരി, ബി എന്ന് പറയുന്നത് 1, 3, 4 ശരി, സി 2, 3, 4 ശരി, ഡി എല്ലാം ശരിയാണ്. അപ്പം പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് എല്ലാമാണ് വർദ്ധിച്ച വിശപ്പും ദാഹവും, കൂടെയുള്ള മൂത്രമൊഴിക്കൽ, ക്ഷീണം, മങ്ങിയ കാഴ്ച. 75 അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തിയതോടെ സർക്കാർ ആശുപത്രികളെ രോഗീ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത ദൗത്യം ഏതാണ്? ഓപ്ഷൻ എ ഹരിത കേരള മിഷൻ, ബി ആർദ്ര മിഷൻ, സി ലൈഫ് മിഷൻ, ഡി ജീവന മിഷൻ. അതിലെ ആർദ്ര മിഷനാണ് അടിസ്ഥാന സൗകര്യങ്ങൾക്കും സേവനങ്ങൾക്കും മെച്ചപ്പെടുത്തിയതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗീ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ദൗത്യം. 76 മാനസികാരോഗ്യം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാൻ ഇല്ലാത്ത നിരാലംബരായി കഴിയുന്നവർക്കുള്ള കേരള സർക്കാർ സ്ഥാപനം ഏത്? ഓപ്ഷൻ എ പ്രതീക്ഷ ഭവൻ, ബി പ്രത്യക്ഷ ഭവൻ, സി ആശാ ഭവൻ, ഡി പ്രിയ ഹോം. അതിലെ പ്രതീക്ഷാ ഭവനാണ് ശരിയായിട്ടുള്ള ഉത്തരം. 77 കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആര്? ഓപ്ഷൻ എ ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ, ബി ഭൂപേന്ദ്ര യാദവ്, സി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, ഡി ജഗത് പ്രകാശ് നന്ദ്. അതിലെ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ജഗത് പ്രകാശ് നന്ദ് ആണ്. അടുത്ത ഓപ്ഷൻ കൂടെ നമുക്ക് നോക്കാം. ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ എന്ന് പറയുന്നത് കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രിയാണ്. ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് എന്ന് പറയുന്നത് കേന്ദ്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി. അതേപോലെ ഭൂപേന്ദ്രനാഥ് യാദവ് എന്ന് പറയുന്നത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയും കൂടിയാണ്. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്യണം ഈ കൂട്ടത്തിൽ തന്നെ. അടുത്ത ചോദ്യം 78 കാസന്യൂർ ഫോറസ്റ്റ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഏത്? ഓപ്ഷൻ എ പന്നിപ്പനി, ബി മഞ്ഞപ്പനി, സി കുരങ്ങുപനി, ഡി പക്ഷിപ്പനി. അതിലെ ഓപ്ഷൻ സി കുരങ്ങുപനിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ 79 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം നേടിയതാരും? ഓപ്ഷൻ എ കാറ്റ്ലിൻ കാരിക്കോ, ട്രൂ വോയിസ് മാൻ, ബി നർഗസ് മുഹമ്മദി, സി സ്വാൻഡെ പാബോ, ഡി സ്യൂക്കറോ മനാബെ, ക്ലോസ് ഹാസൽമാൻ. അതിൽ ഉത്തരം ഓപ്ഷൻ എ കാറ്റ്ലിൻ കാരിക്കോ, ട്രൂ വോയിസ് മാൻ ആണ് വൈദ്യശാസ്ത്രത്തിന് നോബൽ സമ്മാനം നേടിയത് 2023. നർഗസ് മുഹമ്മദി സമാധാനത്തിൻ്റെയും, സ്വാൻഡെ പാബോ 2022 വൈദ്യശാസ്ത്രം, അതുപോലെ തന്നെ സ്യൂക്കുറോ മനാബെ, ക്ലോസ് ഹാസൽമാന് ഭൗതികശാസ്ത്രം 2021 നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. 80ാമത്തെ ചോദ്യം ഇന്ത്യയിലെ തദ്ദേശീയമായി വികസിപ്പിച്ച ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഏത്? ഓപ്ഷൻ എ സാബിൻ, ഓപ്ഷൻ ബി റാബീസ്, ഓപ്ഷൻ സി ഷിംഗിൾസ്, ഓപ്ഷൻ ഡി ഹാവിഷ്യൂർ. അതിലെ ഉത്തരം ഓപ്ഷൻ ഡി ഹാവിഷ്യൂർ ആണ്. ഇപ്പം നമ്മൾ ഈ ഒരു സീരീസിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രമാണ് പറഞ്ഞു പോയിട്ടുള്ളത്. കണക്റ്റഡ് ഫാക്ട്സും അതേപോലെ തന്നെ SCERT വന്ന പാഠഭാഗങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നതെന്നുള്ള ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വിശദമായിട്ടുള്ളൊരു വീഡിയോ നമുക്ക് വേറെ ചെയ്യാം, ഉടനെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പിന്നെയും റിപ്പീറ്റായിട്ട് അത് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കാണുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഒരു ആഴത്തിൽ അത് മനസ്സിലാക്കാനും നമുക്കത് മറക്കാതിരിക്കാനും പറ്റുന്നതാണ്. ഒരു തവണ മാത്രം കേട്ടുകൊണ്ട് കാര്യമില്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻസിന് തന്നെ നമുക്ക് പിന്നെയും ചോദ്യങ്ങൾ ഇഷ്ടംപോലെ കിട്ടുന്നതാണ്. അത് റിപ്പീറ്റായിട്ട് വരുന്നതുമാണ്. അപ്പം ആ മാർക്ക് നമുക്കത് കാളെ നഷ്ടപ്പെടുത്താനുള്ളൊരു ഇടയുണ്ടാക്കരുത്.
ബാക്കിയുള്ളത് നമുക്ക് തുടർന്ന് പഠിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത ക്ലാസ്സിൽ കാണാം.